ടൗൺ FC തൃക്കരിപ്പൂരിന്റെ മൂന്നാമത് ഖാൻ സാഹിബ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. ഡിസംബർ 1 മുതൽ 20 വരെ നടക്കുന്ന ടൂർണമെന്റ് സാങ്കേതിക മികവിലും മുന്നിട്ട് നിൽക്കും. This news sponsored by ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. വാർ അഥവാ വീഡിയോ അസിസ്റ്റന്റ് റഫറി സംവിധാനമാണ് തൃക്കരിപ്പൂർ ടൗൺ FCയുടെ ഈ വർഷത്തെ ഖാൻ സാഹിബ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിനെ വ്യത്യസ്തമാക്കുന്നത്. At the International Broadcast Center in Moscow. The team consists of a video assistant referee and 3 assistant video assistant referees. Additionally, 4 replay operators will select and provide the best angles from all relevant broadcast cameras, plus 2 additional. ഒപ്പം ശീതീകരിച്ച VIP പവലിയനും ടൂർണമെന്റിന്റെ സവിശേഷതയാണ്. കേരള ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രൈസ് മണി ടൂർണമെൻ്റാണ് ഇവിടെ ഈ തൃക്കരിപ്പൂർ മിനി സ്റ്റേഡിയം സാക്ഷിയാകുമ്പോൾ ഇതുവരെ കേരളത്തിൽ ഒരു സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിലും SFൻ്റെ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിലും ഈ 3,33,333 പ്രൈസ് മണി കൊടുത്തില്ല. ആധുനിക ടെക്നോളജി കംപ്ലീറ്റ് ഈ ടൂർണമെൻറ്റിൽ ആദ്യാവസാനം വരെ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. നമ്മൾ ടൂർണമെൻറ്റ് വിജയത്തിന് വേണ്ടി എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും നിങ്ങളെ ഭാഗത്തുനിന്നുണ്ടാകും. വാശിയേറുന്ന മത്സരങ്ങളിലെ വിധി നിർണയത്തിൽ പാളിച്ചകൾ ഉണ്ടാകരുത് എന്ന ലക്ഷ്യത്തിലാണ് സംഘാടകർ വാർ സംവിധാനം സജ്ജമാക്കുന്നത്. ഫുട്ബോൾ മത്സരത്തിൽ ഓൺ ഫീൽഡ് റഫറിമാരെ സഹായിക്കാൻ ഉദ്ദേശിച്ചുള്ള സാങ്കേതിക സഹായത്തോടെയുള്ള ഒഫീഷ്യേറ്റിംഗ് സംവിധാനമാണിത്. ഈ നൂതന സാങ്കേതിക വിദ്യ യൂറോ, ഫിഫ ലോകകപ്പ് എന്നിവയുൾപ്പെടെ ലോകത്തിലെ വലിയ ഫുട്ബോൾ മത്സരങ്ങളിലെല്ലാം സ്വീകരിച്ചു കഴിഞ്ഞതാണ്. നിർണായക ഘട്ടങ്ങളിൽ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ ഓൺ ഫീൽഡ് റഫറിമാരെ സഹായിക്കുകയാണ് ഇതുവഴി ചെയ്യുന്നത്. വാർ തുടർച്ചയായി കളി നിരീക്ഷിക്കുകയും റഫറിയെ സ്വയമേവ അലർട്ട് ചെയ്യുകയും ചെയ്യും. ഓൺഫീൽഡ് റഫറി ഒരു തീരുമാനമെടുത്തതിനു ശേഷമേ വാർ പരിശോധന ആവശ്യപ്പെടാൻ കഴിയൂ. എന്നാൽ ഏത് സാഹചര്യത്തിലും അന്തിമ തീരുമാനങ്ങൾ ഓൺഫീൽഡ് റഫറിയുടേതാകും. നമ്മുടെ ടൂർണമെന്റിൽ ഇന്ത്യയിലെ ആദ്യത്തെ ചരിത്രത്തിൽ തങ്കലിപികളെ രേഖപ്പെടുത്താൻ വേണ്ടി പോകുന്നത് കാസർഗോഡ് ജില്ലയുടെ കേരളത്തിൽ തൃക്കരിപ്പൂരിൻ്റെ പേര് ഫുട്ബോൾ കളിയിലൂടെ നമ്മൾക്ക് രേഖപ്പെടുത്തിയ ഫുട്ബോൾ താരങ്ങളുണ്ടെങ്കിൽ ഇത് നമ്മുടെ തൃക്കരിപ്പൂർ നടക്കാൻ പോകുന്ന സെവൻസ് ഫുട്ബോൾ ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായിക്കൊണ്ട് വാർ സിസ്റ്റം നടപ്പിലാക്കുകയാണ്. വാർ സിസ്റ്റം കഴിഞ്ഞ ഖത്തർ വേൾഡിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്ത്യയിൽ ഇതുവരെ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റിലും വാർ സിസ്റ്റം ഉണ്ടായിട്ടില്ല. അത് നമുക്ക് 2 ഓപ്ഷനാണ് ഉള്ളത്. അതായത് ഒരു ടീമിന് ഒരു വാർ സിസ്റ്റമാണത്. അതായത് നമുക്ക് TV അമ്പയറുടെ സേവനം, നമ്മൾ റഫറിയുടെ തീരുമാനത്തിൽ തെറ്റാണെന്നുണ്ടെങ്കിൽ അത് പുനർപരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്.